ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, കാരണം ഞാൻ നാട്ടിലുമൊക്കെ പോയിരിക്കുകയായിരുന്നു. സോ അതാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പം +1 കുറിച്ചുള്ള അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോസും ആൻഡ് എങ്ങനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതെന്നും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും ഉടനെ തന്നെ. നാളെ തൊട്ട് 8 തുടങ്ങുന്നതായിരിക്കും. നാളെ തൊട്ട് ഞാൻ ഇട്ട് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് സ്കൂൾ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് സ്കൂള് May 19 സ്റ്റാർട്ട് ചെയ്യും. അപ്പം ബുക്ക് വാങ്ങിച്ചിട്ടില്ല, ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിംഗ് ഡേ ആണ്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഞാനും അനിയത്തിയും അമ്മൂമ്മയും കൂടെയാണ് പോകുന്നത്. തേജ, ഹായ് പറയൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ 4 പേരും കൂടാണ് പോകുന്നത്. ബൈ ദ വേ, ഇതെൻ്റെ അമ്മൂമ്മ ആൻഡ് ദിസ് ഈസ് മൈ അമ്മ ആൻഡ് അനിയത്തി. തേജ അവിടെ എന്തിനോ പിണങ്ങി നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് റോഡിലൊക്കെ നടന്ന് എന്നിട്ട് ഒരു ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കൊച്ചിലൂരുള്ള ഡാമിൽ 4:30 തോന്നുന്നു എത്തിയപ്പോൾ. ആദ്യം തന്നെ നമ്മൾ പോയത് ബുക്ക് വാങ്ങിക്കുന്ന ബുക്ക് സെക്ഷനിലോട്ടാണ്. ബുക്കും പിന്നെ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനാണ് ആദ്യമേ പോയത്. ബട്ട് അവിടുന്ന് ബുക്ക് വാങ്ങിച്ചില്ല. ബുക്ക് പിന്നെ വേറെ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാനാണ്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ബാക്ക് ടു സ്കൂൾ കളക്ഷൻസ് ഒരുപാടുണ്ട്. പെൻസിലും പേനയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യം നമ്മൾ നോക്കാൻ പോയത് അനിയത്തിക്കൊരു ബാഗാണ്. എനിക്ക് ഓൾറെഡി +1 ബാഗിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ബാഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അനിയത്തിക്ക് പക്ഷേ പുതിയത് വാങ്ങിക്കാൻ നോക്കി, കുറേയൊക്കെ എടുത്ത് നോക്കി. ബട്ട് അതിവിടെ നിന്നൊന്നും എടുത്തില്ല. പിന്നെ വേറെ കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് അനിയത്തിക്ക് ബോക്സ് വാങ്ങിക്കാനാണ്. എനിക്കും ഞാൻ ബോക്സല്ല, പൗച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇവരിവിടെ അത് നോക്കുകയാണ്, അനിയത്തിക്ക് വേണ്ടിയിട്ടുള്ള ബോക്സ്. അങ്ങനെ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ബോക്സിൻ്റെ ഒക്കെ. തേജ് അതെല്ലാം ഇരുന്ന് നോക്കുകയാണ്. എല്ലാ ബോക്സിനും എന്താണ് പ്രത്യേകത, എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് റബ്ബർ കട്ടർ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കുകയാണ് അവൾ. ഇത് വാങ്ങിക്കും, അതവർക്ക് വേണ്ട. ഇതാണ് പണ്ടെല്ലാവരും വേണമെന്നും പറഞ്ഞിരുന്നത്. താഴെ ഇടരുതെന്നേ വിചാരിക്കും. അവനാണ്ട് എവിടെയൊക്കെ പോയിരിക്കും. പക്ഷെ ഇവിടുത്തെ ടോർച്ചില്ലല്ലോ, ടോർച്ച് പോയി. വേറെ നോക്കി അതിന്റെ അടിയിലിരിക്കുന്ന നോക്കി. ഇതൊക്കെ ബോക്സുകളും ഇത് മതിയാ? ഇത് വാങ്ങിക്കാം. അങ്ങനെ ഈ ബോക്സാണ് എടുത്തത്. ആ ബോക്സിൽ എന്താണ് ഇതുപോലെ ടോർച്ചിൻ്റെ ഇതുള്ളതുകൊണ്ടാണ്, അതിൻ്റെ സന്തോഷമാണ് തേജയ്ക്ക്. ഞാൻ പിന്നെ ഇവിടെ ഫാനുള്ള ബോക്സ് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ബോക്സൊക്കെ കാണുന്നത്. പിന്നെ ബുക്കൊക്കെ നോക്കിയെങ്കിലും പിന്നെ ഇവിടെ നിന്നല്ല വാങ്ങിച്ചത്. അത് ഇന്ന് അമ്മയും അമ്മൂമ്മയും കൂടെ വേറെ ഒരു കടയിൽ പോയാണ് വാങ്ങിച്ചത്. നെക്സ്റ്റ് ബോട്ടിലാണ്. ഈ പച്ച ബോട്ടിലാണ് എടുത്തത്. ഈ ബോട്ടിൽ എനിക്കെടുത്തതാണ്. ഞാൻ അധികം വെള്ളം കുടിക്കാറില്ലാത്തത് കൊണ്ടും ഭാരം അധികം ചുമക്കാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ ചെറിയ ബോട്ടിലാണ് എടുത്തത്. നെക്സ്റ്റ് ഞാൻ ബോർഡിൽ എഴുതി പഠിക്കാറുണ്ട്. അപ്പം 2-3 മാർക്കർ എടുത്തു.
പിന്നെ ഹൈലൈറ്റർ വേണമെന്ന് വിചാരിക്കുന്നു. ഞാനധികം ഹൈലൈറ്റർ യൂസ് ചെയ്യാറില്ല, എന്നാലും ഞാൻ 2 ഹൈലൈറ്ററും കൂടെ എടുത്തു. ആൻഡ് ഫുൾ ഇയർ ഷോപ്പിംഗ് ഇന്ന് തന്നെ ചെയ്യണമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കടയിൽ വരാൻ പറ്റില്ല, അപ്പം ഫുൾ ഇയർ എന്ത് വേണോ അതെല്ലാം ഇപ്പോൾ എടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ 2 ഹൈലൈറ്ററും എടുത്തു, പിന്നെ 3 മാർക്കർ പെന്നും എടുത്തു. നെക്സ്റ്റ് പിന്നെ ഞാനൊരു സ്കെയിലാണ് നോക്കുക. സ്കെയിൽ നോക്കിയപ്പം വലിയ സ്കെയിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ അടുത്ത് വൈറ്റ്നർ ഉള്ളത് കൊണ്ട് 2 വൈറ്റ്നറും എടുത്തു. പിന്നെ അവിടെ ചെറിയൊരു സ്കെയിൽ ഒരെണ്ണം അവിടെ കിടന്നു, അതും എടുത്തു. നെക്സ്റ്റ് വൺ പെൻസിലൊക്കെ ഓൾറെഡി അമ്മ എടുത്തിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഇനി റബ്ബറാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് വലിയ 2 റബ്ബറും എടുത്തു. അനിയത്തിക്ക് പിന്നെ വേറെ ചെറിയ കളർ റബ്ബേഴ്സ് ഉണ്ടല്ലോ, നല്ല മണമുള്ള റബ്ബേഴ്സ്, അതേലെ 2 പാക്കറ്റും ഒക്കെ എടുത്തു. പാത്രങ്ങളുടെ സെക്ഷനിലോട്ടൊക്കെ വന്നെങ്കിലും ഇവിടെ നിന്നൊന്നും എടുത്തില്ല, വെറുതെ നോക്കിപ്പോയതാണ്. വെറുതെ ഇപ്പോൾ വീട് മാറിയല്ലേ, അപ്പം അതുകൊണ്ട് നോക്കാൻ വന്നതാണ്. ബട്ട് ഇവിടെ നിന്നൊന്നും എടുത്തില്ല. നെക്സ്റ്റ് ഷൂ സെക്ഷനിലേക്കാണ് പോയത്. അതായത് എനിക്ക് സ്കൂളിലിടാൻ ബ്ലാക്ക് ഷൂ ആണ്. അപ്പം ആ ബ്ലാക്ക് ഷൂ എടുക്കാനും എനിക്കും അനിയത്തിക്കും കൂടെ ബ്ലാക്ക് ഷൂ എടുക്കാനാണ് പോയത് ഷൂ സെക്ഷനിലേക്ക്. ആൻഡ് അവിടെ പിന്നെ ഞാൻ അല്ലാത്ത ബ്ലാക്ക് ഷൂ നോക്കി, സ്കൂൾ ഷൂ അല്ലാത്ത ബ്ലാക്ക് കളർ നോക്കി. അതാണ് എൻ്റെ സ്കൂളിൽ ഫുൾ ബ്ലാക്കേ പറ്റുള്ളൂ, അതുകൊണ്ട് ഇവിടെ അങ്ങനത്തത് ഇല്ലായിരുന്നു. അതുകൊണ്ട് അല്ലാത്ത തന്നെയാണ് എടുത്തത്. ദെൻ നെക്സ്റ്റ് നമ്മൾ സ്റ്റേഷനറി ഫാൻസി ഐറ്റംസിലോട്ട് വന്നു. ഇവിടെ ഒരുപാട് ക്ലിപ്പുകളും ഒരുപാട് ക്ലിപ്പുകളുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു ക്രാഫ്റ്റ് ക്ലിപ്പ് എടുത്തു, ബ്ലാക്ക് കളറാണ് എടുത്തത്. ഈ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അതെന്താണ് എന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ പിന്നെ എടുത്ത് നോക്കിയത്. ബട്ട് എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല, ഇനി തലയിൽ വെക്കുന്ന എന്തെങ്കിലും ആണോ എന്നറിയില്ല. ആൻഡ് ഈ പിൻസ് കണ്ടോ, സേഫ്റ്റി പിൻസ്. ആൻഡ് പിന്നെ ഞാൻ അവിടെ നിന്ന് 2 സെറ്റ് വൈറ്റ് ബൺ എടുത്തു. എനിക്ക് സ്കൂളിൽ 2 സൈഡും പിന്നെ ഇട്ടിട്ട് വൈറ്റ് ബൺ ഇടണം, സോ അങ്ങനെ എടുത്തു. ആൻഡ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് ഇയറിങ് കളക്ഷൻസ്, എല്ലാം നല്ല രസമുള്ള, കാണാൻ നല്ല രസമുള്ള ഇയറിങ്സാണ് ഫുള്ളും. ഞാനത് ഫുൾ നടന്ന് നോക്കി, ബട്ട് ഞാൻ വാങ്ങിച്ചില്ല. കാരണം ഞാൻ അങ്ങനെ വലിയ ജിമിക്കി അങ്ങനത്തെ കമ്മലിടുന്നൊരു ടൈപ്പല്ല. എനിക്ക് സ്റ്റഡ് പോലത്തെ കമ്മൽ ഇടാനാണ് താല്പര്യം കുറച്ച് കൂടുതൽ, കുറച്ച് കംഫർട്ടബിൾ അതിനോടാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കണ്ടു നോക്കി, അത്രേ ഉള്ളൂ. ഞാനല്ലാതെ ഇതൊന്നും വാങ്ങാറില്ല. വാങ്ങിയാൽ തന്നെ ഞാനധികം ഇടാറുമില്ല, എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഒക്കേഷനൊക്കെ വരുമ്പോഴേ ഇടാറുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്നൊന്നും എടുത്തില്ല, എല്ലാം നോക്കി. ബട്ട് നല്ല കളേഴ്സിലുള്ള ഒരുപാട് ഇയറിങ്സ് ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ വളകളാണെങ്കിലും ഒരുപാടുണ്ടായിരുന്നു, വളയൊക്കെ, ബാംഗിൾസ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ, ഈ ഇയറിങ് കളക്ഷൻസ്. ഇതാണ് ഞാൻ പറഞ്ഞത് വളയുടെ കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇത് റോൾഡ് ഗോൾഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇവിടെ ഐടെക്സ് പോലത്തെ അതും, പിന്നെന്തോ റബ്ബറും മൈലാഞ്ചിയും, പിന്നെ അവിടെ ഒരിത് കണ്ടോ, സ്മോൾ പെർഫ്യൂം പോലത്തെ, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതേലൊന്നും ഞാൻ വാങ്ങിച്ചു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ 2 മണിക്കൂറായി. അങ്ങനെ വെളിയിറക്കിയപ്പോഴത്തേക്ക് ഇരുട്ടി. അപ്പം ഇതെന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ള വീഡിയോ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.